ഹലോ, ഇന്നിപ്പോൾ ഞാനും എൻ്റെ ഉണ്ണിയും കൂടെ കിച്ചണിലേക്ക് കയറിയേക്കാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുക. നമ്മളിപ്പോൾ കേൾക്കാറുണ്ടല്ലോ ഓവർനൈറ്റ് ഓട്സ് എന്നൊക്കെ. അങ്ങനെ ഒരു സ്മൂത്തി ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, പിന്നെ റോൾഡ് ഓട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രൂ എലമെൻസിൻ്റെതാണ്. നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബദാം, റൈസിൻസ്, ഡേറ്റ്സ്, കാഷ്യൂ, പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോൾഡ് ഓട്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, ദെൻ സൺഫ്ലവർ സീഡ്സും ഉണ്ട്. നമുക്ക് പ്രോസസ്സിങ്ങിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ റോൾഡ് ഓട്സ് എടുക്കാം. റോൾഡ് ഓട്സ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ, അപ്പോൾ അമ്മയ്ക്കും കൂടി ചേർത്തെടുക്കുകയാണ്. കുറച്ച് ഹെൽത്തി ആവട്ടെ എല്ലാവരും അല്ലേ. സോ ഇത് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അത്രയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പംകിൻ സീഡ്സ് അതും 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതിനുശേഷം സൺഫ്ലവർ സീഡ്സ് അതും 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ദെൻ ഡേറ്റ്സ്, കാഷ്യൂസ്, ഇതെല്ലാ സംഭവങ്ങളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ഞാനത് പറയാൻ മറന്നു പോയതാ. വേറൊന്നുമല്ല, നമ്മുടെ ചിയ സീഡ്സ്, ന്യൂട്രി-1ന്റെ ചിയ സീഡ്സ് അതും കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് മോർണിംഗിൽ നമ്മളിതൊരു ഡ്രിങ്കായിട്ട് കുടിച്ചാൽ മതി. അന്ന് നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് നമ്മുടെ വയറ് നല്ല ഫില്ലാക്കി തന്നെ വെക്കും, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഞാൻ ഇതുവരെ എനിക്കിത് കഴിച്ചിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. സോ ഞാൻ മിൽക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മിൽക്ക് ഇഷ്ടമല്ല എങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വെള്ളം യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് പാല് കുറച്ച് ഇഷ്ടമാണ്, മിൽക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നേരെ അടച്ച് ഞാൻ ഫ്രിഡ്ജിലേ വെക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ പാലും പ്ലസ് കുറച്ച് പാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിക്കും. അതിനുശേഷം അതിനകത്തേക്ക് ഒരു പഴവും കൂടെ അരിഞ്ഞിട്ട് നല്ല സ്മൂത്തി ആയിട്ട് അടിക്കും. ബാക്കി നാളെ ഞാൻ രാവിലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.